നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. വീട്ടിലെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥരാകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. വീട്ടിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ മുതിർന്ന പൗരന്മാരുടെ ഉപദേശം തേടുന്നവരുണ്ട്. അനുഭവസമ്പത്തും പക്വതയും ഉള്ളതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെയുള്ള പരിഹാരമുണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഈ സഹായം തേടുന്നത്. ഇളമുറക്കാരുടെ ദാമ്പത്യ പിണക്കങ്ങൾ, മക്കൾ തമ്മിലെ ഈഗോ പ്രശ്നങ്ങൾ, പേരക്കുട്ടികളുടെ വഴക്കുകൾ തുടങ്ങി പലതിലും സമാധാനത്തിന് വെള്ളക്കൊടി വീശാൻ മുതിർന്നവർ ഇടപെടേണ്ടി വരാം. യോജിപ്പിലേക്ക് വഴികാട്ടാം. നല്ല മധ്യസ്ഥയ്ക്ക് നിഷ്പക്ഷത നിർബന്ധമാണ്. അത് പാലിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഇഷ്ടക്കാരുടെ സാന്നിധ്യമോ മുൻവിധികളോ ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ഒഴിയുക. കലഹിക്കുന്ന പ്രധാന വ്യക്തികളെ തനിയെ കേൾക്കണം. ആദ്യമേ ഒരുമിച്ചിരുത്തി സംസാരിച്ചാൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളാകാം ഫലം. ഒറ്റയ്ക്ക് സംസാരിച്ചാൽ യോജിപ്പിൻ്റെ സാധ്യതകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. പോരാടിക്കാതെ ആദരവോടെ പരസ്പരം മിണ്ടാനും കേൾക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനായേക്കും. വിഭിന്ന വീക്ഷണങ്ങളുടെ ശരിതെറ്റുകൾ അവർ നിശ്ചയിക്കട്ടെ. അതിലേക്ക് നയിക്കുന്ന റോളിൽ നിന്നാൽ മതി. ജഡ്ജി ആകേണ്ടതില്ല. ഒറ്റയ്ക്കുള്ള വർത്തമാനത്തിൽ പറയുന്ന കാര്യങ്ങളുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതായും വരാം. ശാന്തത കൈവെടിയരുത്. അനുരഞ്ജനത്തിന് ശ്രമിക്കുമ്പോൾ കോപത്തിനടിമപ്പെടാതെ ശാന്തമായി തർക്കങ്ങളെ കൈകാര്യം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിപറച്ചിലേക്ക് വഴുതി മാറുമ്പോൾ അത് പ്രയോജനരഹിതമെന്ന് ഓർമ്മിപ്പിക്കാം. പരിഹാരത്തിനുള്ള ആശയങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാം. അത് സാധിക്കുന്നില്ല എങ്കിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഒരു ഇടവേള നൽകാം. തർക്കിക്കുന്നവരുടെ മനസ്സ് തണുക്കട്ടെ. വീട്ടിലെ മുതിർന്ന വ്യക്തി ആയതുകൊണ്ട് അനുസരണയോടെ മറ്റുള്ളവർ വഴങ്ങുമെന്ന വിചാരം വേണ്ട. നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്നതായി തോന്നിയാലും തർക്കം കീറാമുട്ടിയായി അനുഭവപ്പെട്ടാലും പരിഭവമില്ലാതെ പിൻവാങ്ങുക. മധ്യസ്ഥം പരാജയപ്പെടുന്നിടത്ത് പ്രൊഫഷണലുകളുടെ ഇടപെടലുകൾ നിർദ്ദേശിക്കാം. ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.